ഇന്നെൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. ഞാനും ഹയമ്പാടെയാണ് കേട്ടോ പോണ്. നമുക്ക് കല്യാണത്തിനോണ്ടേ നീക്കുന്ന രാവിലെ തന്നെ പോയിട്ട് ഞാൻ ഹയനെ നീപ്പിച്ചു കേട്ടോ. പിന്നെ കുട്ടി എണീറ്റിട്ടുണ്ടായിരുന്നില്ല, ഓന് നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പത്തിന് പുറത്ത് നല്ല മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ ഞങ്ങളെ രാവിലത്തെ ഫുഡ് ചപ്പാത്തിയും പൊട്ടേറ്റോ കറിയായിരുന്നു. ഹയനെ പിന്നെ വേഗം കുളിപ്പിച്ച് മാറ്റിച്ചു കേട്ടോ പോവാൻ. മുടിയിട്ടുണ്ടേ വേണം. ഞാനും എൻ്റെ കസിനും പാടെ ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ കാറിലാണ് കേട്ടോ കല്യാണത്തിന് പോകുന്നത്. പുതിയണ്ണിൻ്റെ എൻട്രി ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ചിക്കൻ മന്തിയും ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ ഫുഡായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളെല്ലാവരും പാടെ കൂടിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുന്ന് പോന്നു. ഞങ്ങളെല്ലാവരും പാടെ കൂടിയിട്ട് ഓട്ടോയിലാണ് കേട്ടോ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. ഫൈവിൻ്റെ SSLCൻ്റെ മാർക്ക് വന്നുകൊണ്ട് തന്നെ ഒരിക്കൽ മലബാർ പോളിടെക്നിക്കിലൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് അവൾക്ക് കിട്ടിയ ട്രോഫിയാണ് കേട്ടോ ഇത്. ഹയ മഹ്മൂദിനെ കളിപ്പിച്ച് ലാസ്റ്റ് വികൃതിയാട്ടിൽ തുടങ്ങിയിരുന്നു. അപ്പൊ തന്നെ നമ്മളെ ഭാര്യ വീട്ടിൽ ഓനക്ക് പച്ചമാങ്ങ വേണമെന്ന് പറഞ്ഞിട്ട് ഓനെന്നെ മരത്തുമ്മ കയറിയിട്ടുള്ള മാങ്ങയൊക്കെ നിലത്തേക്ക് ഇടുന്നുണ്ട്. ആ ഗ്യാപ്പിലിമ്മ പറഞ്ഞു എല്ലാ മാങ്ങയും പഴം അറുത്തോന്നു. ഓനയിമ്മ കയറിയിട്ട് ഒരു 7-8 മാങ്ങ അറുത്തിട്ടുണ്ടായിരുന്നു. വലിയ കാര്യത്തിൽ കയറിയിട്ട് ഇറങ്ങാൻ വയ്ക്കാതെ കുറച്ചു നേരം അയിമ്മ ഓൻ ഇടങ്ങാറായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഓൻ്റെ വീട്ടിൽ കുറച്ച് വിരുന്നുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇമ്മ പിന്നെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഓനെ വിളിച്ചപ്പോൾ വന്ന വരവാണ് കേട്ടോ അത്. 30 രൂപക്ക് നിലക്കടല അല്ല മസാല കടല നല്ലതാണ്. പിന്നെ 2 പഴം പിന്നെ ബാക്കി ഇമ്മ പിന്നെ ഓൻ്റെ അടുത്ത് പാൽപ്പൊടിയൊക്കെ കിട്ടിയിട്ട് ചായയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഇമ്മക്ക് പിന്നെ ചായക്ക് മസാല കടലൊന്നും പോരായിട്ട് തേങ്ങയും വേണമെന്ന് പറഞ്ഞിട്ട് അതും നമ്മൾ റെഡിയാക്കിട്ടോ. ഇതൊക്കെയാണ് നമ്മൾ ചായയും കടിയും ഇന്നത്തെ. ഇതെന്ന് ഇമ്മ എനിക്ക് തന്നത് ഇത്രയാണ്. ഇന്ന് രാത്രിക്കൊക്കെ പിന്നെ ഫൈവിൻ്റെ സ്പെഷ്യൽ തക്കാളി ചോറായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഹയ പിന്നെ എന്നും ചോറിന് മുന്നിലേക്ക് ഇരുന്ന കറിയും ഇന്നും അതേപോലെ തന്നെ ആയിരുന്നു കേട്ടോ ഓള്.